നമസ്കാരം. കൊമേഴ്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജോലിയാണല്ലേ. നെറ്റൊക്കെ കഴിഞ്ഞ് PhD ചെയ്തവരും PhD ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ സംബന്ധിച്ചോളം വലിയ സ്വപ്നമാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും സംബന്ധിച്ചോളം വലിയൊരു ആശങ്കയാണ്, ഇനി പരീക്ഷ എന്നുണ്ടാകും അല്ലേ, എപ്പോൾ ഉണ്ടാകും, നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു ഉത്തരവുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കിപ്പം ഈ പരീക്ഷയെപ്പറ്റി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട പരീക്ഷയെപ്പറ്റി, ആ പരീക്ഷയുടെ നിലവിൽ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളുടെ സാഹചര്യങ്ങൾ എന്താണ്, അതിൻ്റെ സിലബസ് എന്താണ്, അതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ എത്തരത്തിലാണ് വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾ നമ്മൾ ഈ വരുന്ന ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. സ്വാഭാവികമായിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് അതുമായിട്ട് ബന്ധപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഭൂരിഭാഗം സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യെസ്, പ്രീവിയസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കാറ്റഗറി കോഡ് എത്രയാണ്? 298/2019 ആണ്. കോളേജ് ഗേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഇവിടെ എത്രയാണ്? 6303 പേര് ഈ പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. കഴിഞ്ഞ പരീക്ഷയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പ്രീവിയസ് എക്സാമിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് പ്രീവിയസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം എക്സാമിനേഷൻ്റെ മോഡ് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഒരിക്കലും MCQ അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ല, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ച് വന്നവരെ, നമ്മൾ നെറ്റിന് പഠിക്കുമ്പോഴും മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കെല്ലാം പഠിക്കുമ്പോഴും പൊതുവെ MCQ ആണ് നമ്മൾ ചെയ്ത് പരിശീലിച്ച് പോകുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് അല്ലേ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയിൽ വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. ഓക്കെ, യെസ്, കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷൻ ഡേറ്റ് എന്നായിരുന്നു? 11/1/2021 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതാണ്. എത്രയായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് മാർക്ക്? കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ്, അതായത് 11/1/2021 നടത്തിയ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏതാണ്? 30.25 മാർക്കായിരുന്നു അല്ലേ. അപ്പോൾ 30.25 മാർക്കായിരുന്നു ഏതാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ചോദ്യങ്ങളിൽ എത്രമാത്രം കോമ്പറ്റീറ്റീവായിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായി വന്നു എന്നുള്ളത് അവിടെ ആ കട്ട് ഓഫിൽ തന്നെ കൃത്യമായിട്ട് പ്രകടമാണ് അല്ലേ. അപ്പോൾ എക്സാം എത്രത്തോളം കോമ്പറ്റീറ്റീവ് എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലായി. ദെൻ റാങ്ക് ലിസ്റ്റ് എന്നാണ് നിലവിൽ വന്നത്? 19/9/2023 ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 19/9/2023 വന്ന റാങ്ക് ലിസ്റ്റാണ് നിലവിലുള്ളത്. സ്വാഭാവികമായിട്ട് 2026 9-ാം മാസം എന്താകുന്നുണ്ട്? റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുവാണ് അല്ലേ. ഇപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റ് എന്താണ്? ആക്റ്റീവാണ് അല്ലേ. ആക്റ്റീവാണ്. റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല, ഇപ്പോഴും ആക്റ്റീവാണ്. ഈ ലിസ്റ്റിൽ എത്ര പേര് അഡ്വൈസ് പോയി? 9 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്നാണ്? 7/3/2026 എന്ത് ചെയ്തിട്ടുണ്ട്? ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. കഴിഞ്ഞ പരീക്ഷയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഈ പരീക്ഷയുടെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രീവിയസ് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ മനസ്സിലാകേണ്ട പ്രധാനപ്പെട്ട കാര്യം കട്ട് ഓഫ് മാർക്കാണ്. കട്ട് ഓഫ് മാർക്ക് 30.25 ആണ്. ദെൻ റാങ്ക് ലിസ്റ്റ് 19/9/2023 വന്ന റാങ്ക് ലിസ്റ്റാണ്. അതായത് 2026 ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ വേണ്ടി പോകുന്നു നമുക്ക് മനസ്സിലാക്കാം അല്ലേ. യെസ്, ക്ലിയർ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കുമ്പം PG മാർക്കിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. 55% PG നമുക്ക് മാർക്ക്. നമ്മുടെ MCOM നമുക്ക് എത്ര മാർക്ക് വേണം? മിനിമം 55% മാർക്ക് വേണം. പലർക്കും ഒരു വലിയ ആശങ്കയാണ് PhD ഉള്ളവർക്കാണോ നെറ്റ് ഉള്ളവർക്കാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട കേരള PSC നടത്തുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PGയിൽ 55% മാർക്ക് മിനിമം യോഗ്യത ആയിട്ട് പറയുന്നു. മിനിമം യോഗ്യത എന്ന് പറയുമ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. മിനിമം 55% മാർക്കെങ്കിലും വേണം അല്ലേ. ഇന്ന് നെറ്റ് ക്ലിയർ ചെയ്താൽ മതി.
മനസ്സിലായോ? ഓക്കെ, അതായത് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് 55% PGക്ക് മാർക്ക്, മിനിമം മാർക്കും അതോടൊപ്പം തന്നെ UGC നെറ്റ് ക്വാളിഫിക്കേഷനും അല്ലേ, നെറ്റ് ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒരു വിദ്യാർത്ഥിക്ക് നെറ്റില്ല, പകരം PhD ആണെങ്കിൽ എന്താണ്, ആ നെറ്റിന് പകരം PhDനെ അത് ഈക്വലൻ്റ് ആയിട്ട് കാണും. വെച്ചാൽ നെറ്റില്ലാത്തവർക്ക് PhD ഉണ്ടെങ്കിൽ നെറ്റിനോട് ഈക്വലൈസ് ചെയ്യും എന്തിനെ? PhDനെ. അതാണ് അടുത്ത നോട്ടായിട്ട് പറയുന്നത്. PhD ഹോൾഡേഴ്സിന് നെറ്റ് ഇല്ലെങ്കിൽ ആ നെറ്റിന് പകരമായിട്ട് PhD വെച്ചിട്ട് അവർക്ക് പരീക്ഷയിൽ അപ്ലൈ ചെയ്യാമെന്ന് അർത്ഥം. പക്ഷേ അങ്ങനെ വരുമ്പം ഈ PhDയുടെ വെയിറ്റേജ് അവർക്ക് കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് എനിക്ക് നെറ്റ് കൊണ്ട് PhD ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് PhDയുടെ വെയിറ്റേജ് കിട്ടും. എനിക്ക് നെറ്റില്ല പക്ഷേ PhD ഉണ്ട് എങ്കിലും എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ പരീക്ഷ എന്താണ് അപ്ലൈ ചെയ്യാം, പരീക്ഷ എഴുതാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ PhDയുടെ വെയിറ്റേജ് എനിക്ക് കിട്ടില്ല. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ SC ST OBC ഡിഫറൻ്റ്ലി ഏബിൾഡ് ആളുകൾക്കൊക്കെ എന്താണ് ഈ പറയുന്ന മാർക്കിൽ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്? നമുക്ക് 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, എത്ര ചോദ്യങ്ങളുണ്ടാവും? കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ എക്സാമിൻ്റെ പ്രീവിയസ് നടന്ന 2019 അല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ടോട്ടൽ മാർക്ക് 100. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ? 20 ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 hours അല്ലേ, 2 മണിക്കൂറാണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് മോഡാണ്. വളരെ ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റീവ് എക്സാം അല്ല, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അപ്പോൾ 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും അല്ലേ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കാൽക്കുലേഷൻ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഒരു ആശങ്ക വരുന്നതാണ്. എത്ര മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടാവും അല്ലേ? യെസ്, അതായത് 3 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ 18 മാർക്ക് അവിടെ വരും. ഓക്കെ, 6 ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ, യെസ്, 10 ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ എത്ര മാർക്ക് വരും? 50 മാർക്ക് വരും. ഓക്കെ, 4 ചോദ്യങ്ങൾ 8 മാർക്കിൻ്റെ വരും. അങ്ങനെ 32 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 100ലേക്ക് നമ്മൾ മാറുന്നത്. എന്ന് പറയുമ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. യെസ്, 5 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. പിന്നെയോ 8 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. ഇതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ 3 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളുണ്ടാവും, 5 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളുണ്ടാവും. യെസ്, 8 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ 10ഉം 4ഉം 14ഉം 6ഉം 20 അല്ലേ. 20 ചോദ്യങ്ങളും എന്താണ് എത്രയാണ് മാർക്ക്? 100 മാർക്കും. അങ്ങനെയാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഷോർട്ട് എസ്സേ ആണ് പറയുന്നത് കേട്ടോ. മീഡിയം ആൻസർ എന്ന് പറയുമ്പോൾ മീഡിയം എസ്സേ, പിന്നെ ലോങ് എസ്സേ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മീഡിയം ആൻസർ എന്ന് പറയുമ്പോൾ അവിടെയാണ് കൂടുതൽ സ്കോർ കിടക്കുന്നത്. 50% അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കോർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ മീഡിയം ആൻസറാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഷോർട്ട്, മീഡിയം, ലോങ്, ഇതിന് 3 സ്ട്രാറ്റജിയിൽ വേണം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ. അതായത് ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഈ 3 ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യത്തക്ക രീതിയിലുള്ള കണ്ടൻറ്റ് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ എൻ്റെ ഒരു 25 മാർക്കിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. 25 മാർക്കിൻ്റെ കണ്ടൻറ്റ് 25 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ സിമ്പിളാണ് എഴുതി വെക്കാൻ. പക്ഷേ 25 മാർക്കിൻ്റെ കണ്ടൻറ്റ് 3 മാർക്കിൽ ചോദിച്ചാലോ? അപ്പോൾ നമുക്കവിടെ കൃത്യം ധാരണകൾ ഉൾക്കൊള്ളിച്ച് മാത്രം എഴുതിയാൽ മതി അല്ലേ. അല്ലെങ്കിൽ ഏറ്റവും പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ കൊള്ളിച്ച് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കൂടുതൽ കണ്ടൻറ്റിന് കുറഞ്ഞ മാർക്കിൽ വന്നാലോ, കുറഞ്ഞ കണ്ടൻറ്റ് കൂടുതൽ മാർക്ക് വന്നാലോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചുറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ തന്നെ ഈ 3 ലെവൽ ഷിഫ്റ്റ് ചെയ്ത് വേണം പഠിക്കാൻ. അതാണ് അവിടുത്തെ സ്ട്രാറ്റജിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ യെസ്, നമ്മൾ ഒന്നും കൂടെ അതിനൊന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. ഈ ക്വസ്റ്റിനെ നമുക്കൊന്ന് കൃത്യമായിട്ട്, കാരണം ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ ആ സ്ട്രാറ്റജിക്കൽ വേയിൽ തന്നെ നമ്മൾ പോകണം. ഇപ്പോൾ ഷോർട്ട് ആൻസറിൻ്റെ കാര്യം പറഞ്ഞു, മീഡിയം പറഞ്ഞു, ലോങ് പറഞ്ഞു അല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എവിടെയാണ് വരുന്നത്? മീഡിയം ആൻസറാണ്
അല്ലേ? മീഡിയം ആൻസർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് കൂടുതലും അനലിറ്റിക്കൽ പോയിന്റുള്ള ചോദ്യങ്ങളാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ അനലിറ്റിക്കൽ വേ ഓഫ് അപ്രോച്ചിൽ നിന്നുകൊണ്ട് വേണം പഠിക്കാനും ആ രീതിയിൽ വേണം ഈ മീഡിയം ലെവലിലുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ. ക്ലിയർ? ഇനി പിന്നീട് വരുന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എവിടെയാണ്? അത് ലോങ് ആൻസർ ആണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഡീറ്റെയിൽഡ് ആൻഡ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ വേണം. അപ്പോൾ നമ്മൾ വളരെ ജഡ്ജ്മെൻ്റലാകുന്ന രീതിയിൽ വേണം ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് 32% വെയിറ്റേജ് അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ എന്താണോ ചോദിച്ചത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞ് വെച്ച് പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഈ ജാർഗൺസ്, ടെക്നിക്കൽ ജാർഗൺസുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം സബ്ജക്റ്റിൽ ഉപയോഗിക്കേണ്ട ടെക്നിക്കാലിറ്റി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഷോർട്ട് ആൻസറിൽ എന്താണ്, കൺസെപ്ഷ്യൽ ഫ്രെയിം വർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. യെസ്, അങ്ങനെ 18% വെയിറ്റേജ് ആണ് ആ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, 100 ചോദ്യങ്ങളുണ്ടാവും അല്ലേ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഏതൊക്കെ മാർക്കുകളിലായിരിക്കും? മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും, 8 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. കൂടുതൽ ചോദ്യം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? 5 മാർക്കിൽ നിന്നാണ് വരുന്നത് അല്ലേ? യെസ്, 5 മാർക്ക് എന്ന് പറയുമ്പം അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ ആൻസർ ചെയ്യണം. 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വേയിൽ ആൻസർ ചെയ്യാനുള്ളതാണ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഷോർട്ട് എസ്സേ ആണ്. കൺസെപ്ഷ്യൽ ക്ലാരിറ്റി അല്ലേ, കൺസെപ്ഷ്യൽ ക്ലാരിറ്റി കൊടുത്തുകൊണ്ടുള്ള ആൻസറാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ വേണം നമ്മളവിടെ മുന്നോട്ട് പോകാൻ. യെസ്, നമ്മളിവിടെ ഒരു PYQ തന്നെ എടുത്തേക്കുക കേട്ടോ, ഒരു PYQ തന്നെ എടുത്തേക്കുക. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. യെസ്, ഇവിടെ ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദി അഗ്രസീവ് അപ്രോച്ച് ടു ഫിനാൻസിങ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഫേം, ഓൾസോ സേറ്റ് ഇറ്റ്സ് കോൺസിക്വൻസസ് അല്ലേ. 5 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നേക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? നമുക്കറിയാം, വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫിനാൻസിങ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, ഫിനാൻസിങ് പഠിക്കുന്നുണ്ട്. ആ ഫിനാൻസിങ്ങിൻ്റെ അഗ്രസീവ് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട് അല്ലേ, അഗ്രസീവ് അപ്രോച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ അപ്രോച്ചിനെ പറ്റിയാണ് ചോദ്യം വന്നത്. എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? 5 മാർക്കിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ അവിടെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഓരോ ആളുകളും ആ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഓരോ തരത്തിലുള്ള മാർക്കിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ ഇല്ലാതാക്കുന്ന എന്താണ്, സ്റ്റാൻഡർഡൈസ്ഡ് നോംസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡർഡൈസ്ഡ് നോംസ് എന്താണ് ശരിക്കും, അതായത് ഈ കോൺസെപ്റ്റിൻ്റെ കൃത്യം ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ എവിടെ വേണം, നമ്മുടെ ഉത്തരക്കടലാസിലും വേണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. വെറുതെ നമ്മൾ PGക്ക് എന്താണ് എക്സാം എഴുതുന്ന രീതിയിൽ വാരി വലിച്ച് എഴുതുകയല്ല വേണ്ടത്. ഒരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നോ ആ വേ ഓഫ് അപ്രോച്ചിൽ വേണം പോകാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മീനിങ് കൊടുക്കുന്നു. മീനിങ് കൊടുത്തിട്ട് എന്താണ് അഗ്രസീവ് അപ്രോച്ച് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ചെറിയ സെൻറ്റൻസിൽ അതിനെ പറഞ്ഞു വെക്കുകയാണ് അല്ലേ. എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന നമ്മൾക്ക് പെർമനൻ്റ് അല്ലേ നീഡ് വന്നാലും അല്ലേ ഷോർട്ട് ടൈം നീഡ് വന്നാലും നമ്മൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഷോർട്ട് ടൈം സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ പെർമനൻറ്റ് നീഡ്സും വരുന്നുണ്ട്, ടെമ്പററി നീഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം നീഡ്സ് വരുന്നുണ്ട്. ഇത് 2 വന്നാലും നമ്മൾ ഏതിലേക്ക് പോകുന്നു, നമ്മളെ ഈ പറയുന്ന ഷോർട്ട് ടൈം സോഴ്സിലേക്ക് പോകുന്നു അല്ലേ. അതാണ് ഏത് അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് പോളിസി ഇൻ വിച്ച് ദ ഫേം യൂസ് മോർ ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ് ടു മീറ്റ് നോട്ട് ഓൺലി ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ബട്ട് ഓൾസോ എ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ എഴുതി വെച്ചിരിക്കുന്നതാണ് അത് അല്ലേ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഷോർട്ട് ടൈം അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ആയിക്കോട്ടെ, നമ്മൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഈ ഷോർട്ട് ടൈം സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ കൺസെപ്റ്റ് നമ്മളിവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്ത് പോയി, ആ കൺസെപ്റ്റിനെ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്തു, പുഷ് ചെയ്തു അല്ലേ. നോർമലി എങ്ങനെയാണ് നമ്മുടെ ബാലൻസിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈം സോഴ്സിലേക്ക് പോകും ആണല്ലോ.
അല്ലേ? ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടൈം സോഴ്സിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഡിസിഷൻ അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ അഗ്രസീവ് അപ്രോച്ച് വരുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്? ഈ പറഞ്ഞ പോലെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാലും ഷോർട്ട് ടൈം സോഴ്സിലേക്ക് വരും, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് വന്നാലും ഷോർട്ട് ടൈം സോഴ്സിലേക്ക് വരും. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ഇവിടെ ഫിനാൻസിങ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? മോർ റിസ്കി ആണ്. ക്ലിയർ ആയോ? നമ്മൾ അങ്ങനെ അതിലേക്ക് എത്തി, ആ ഒരു ആശയത്തിലേക്ക് എത്തി. എന്താണ് ഇവിടെ ഫിനാൻസിങ് പോളിസി, നമ്മൾ എടുത്തേക്കുന്ന ഫിനാൻസിങ് പോളിസി എന്ന് പറയുന്നത് റിസ്ക് ആണ്, അല്ലെ? റിസ്ക് കൂടുതലാണ്, അല്ലെ? അപ്പൊ അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് കൂടുതലുള്ള ഒരു അപ്രോച്ച് ആണ് എന്നുള്ളൊരു ഫൈൻഡിങ്സിലേക്ക് നമ്മളിവിടെ കൊണ്ടുവന്നെത്തിച്ചു കേട്ടോ. നമ്മൾ വെറുതെ നമുക്ക് ഇതെല്ലാം പറഞ്ഞു വെക്കുന്ന ഏകദേശം ഒരാശയമാണ്, പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ പ്രസൻറ്റേഷനാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു നോളജ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ഒരാളെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ അതിൻ്റെ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മേക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ. ഇനി അഗ്രസീവ് അപ്രോച്ച് ടു ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൽ തന്നെ എന്താണ് അതിൻ്റെ ആ ടോട്ടൽ അപ്രോച്ചാണ്, അഗ്രസീവ് അപ്രോച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിനാൻസിങ് പാറ്റേൺ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾ ടേബിള്, ഗ്രാഫ് എന്തൊക്കെ നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. കാരണം ഏറ്റവും നല്ല വേ ഓഫ് അപ്രോച്ച് ആണത് കേട്ടോ. ടേബിൾ ബേസോ ഗ്രാഫ് ബേസോ പിക്ചറിക്കലായിട്ടോ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല വേ ഓഫ് അപ്രോച്ച് ആണ്. ഇതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ തന്നെ കോൺസെപ്റ്റ് വിവരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നു. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? ഇവിടുത്തെ ഫിനാൻസിങ് പാറ്റേൺ എന്ന് പറയുന്നത് മോർ ഡിപ്പെൻഡ് ഓൺ ഷോർട്ട് ടൈം ഫണ്ട്. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ ഷോർട്ട് ടൈം ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ നമുക്കിവിടെ കോട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് എന്താക്കിയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ടൈം ഫണ്ട്സിലേക്ക് പോകുന്നത്? അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റാണ്. ഓക്കെ, നിങ്ങൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ആയിക്കോട്ടെ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ആയിക്കോട്ടെ, ഇത് ഏത് വന്നാലും ഷോർട്ട് ടൈം സോഴ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്? നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറയും, നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത് കൂടും, അല്ലേ? നിങ്ങളുടെ റിട്ടേൺ എന്ന് പറയുന്നത് കൂടും. ദാറ്റ് മീൻസ് പ്രോഫിറ്റബിലിറ്റി കൂടും. പിന്നെ എന്ത് കുറയും? നിങ്ങളുടെ ലിക്വിഡിറ്റി കുറയും. ഇതാണ് ഇതിൻ്റെ മുഴുവൻ ആശയം എന്ന് പറയുന്നത്. ഈ ആശയത്തെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ. മനസ്സിലായോ? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ, അത് ഷോർട്ട് ടൈം സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ കോസ്റ്റ് കുറയും. കാരണം ഷോർട്ട് ടൈം സോഴ്സിന് കോസ്റ്റ് കുറവാണല്ലോ. പക്ഷെ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ടോ? നമുക്ക് റിസ്ക് കൂടും. കാരണം നമ്മുടെ ഈ പറയുന്ന എന്താണ് ഷോർട്ട് ടൈം സോഴ്സിൽ നിന്നുള്ള ഫണ്ടാണ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എന്താണ് റിസ്ക് കൂടുതലായിരിക്കും, അല്ലേ? റിസ്ക് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ റിട്ടേൺ കൂടുതലായിരിക്കും. പക്ഷേ ലിക്വിഡിറ്റി വളരെ കുറവാണ്. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് പോലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ഷോർട്ട് ടൈം സോഴ്സിൽ നിന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ ലിക്വിഡിറ്റി കുറയും. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഷോർട്ട് ടൈം സോൾവൻസി പൊസിഷനും എന്താണ്? വീക്ക് ആവും അല്ലെങ്കിൽ കുറയും ഈ കണ്ടീഷനിൽ. ഇത്രയുമാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു അപ്രോച്ചിനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കോൺസെപ്റ്റിനെ, ഈ കീ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ആണ്. വൈ? കാരണം അത് ഷോർട്ട് ടൈം സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിസ്ക് എന്താണ്? ഈ പറയുന്ന അല്ലേ, നമ്മൾ ഈ ഷോർട്ട് ടൈം സോഴ്സിൽ നിന്നുള്ള ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ റീപേയ്മെൻറ്റാണ്, അല്ലേ? റീപേയ്മെൻറ്റ് പ്രഷർ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ ഈ ഷോർട്ട് ടൈം സോൾവൻസി പൊസിഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ റിസ്ക് അവിടെ വളരെ കൂടുതലാണ്, അല്ലേ? പ്രോഫിറ്റബിലിറ്റിയോ കോസ്റ്റ് കുറവാകുന്നതുകൊണ്ട് തന്നെ, അല്ലേ, പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ്. കാരണം കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി അതൊരു ഡെഡ് അസറ്റാണ്. അപ്പോൾ മോർ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ എന്താണ് വക മാറ്റുന്നതിനാണ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റിൽ കുറയുക അല്ലെങ്കിൽ ഷോർട്ട് ടൈം സോഴ്സിന് മോർ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? കറണ്ട് അസറ്റ് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുന്നത്, അല്ലേ? ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ എന്തായിരിക്കും? മോർ ഇൻവെസ്റ്റഡ് ഇൻ എന്തായിരിക്കും? ഫിക്സഡ് അസറ്റിലായിരിക്കും, അല്ലേ? ഫിക്സഡ് അസറ്റിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റബിലിറ്റി കൂടുതലായിരിക്കും. ഇനി അവിടെ ലിക്വിഡിറ്റിയുടെ അവസ്ഥ എന്താണ്? ഇവിടെ ഷോർട്ട് ടൈം സോഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഈ പറയുന്ന ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വീക്കാണ്.
ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു അപ്രോച്ചാണ് നമ്മളിവിടെ ഒരു ടേബിൾ ഫോമിൽ പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, യെസ്. ഇനി നോക്കണം കോൺസിക്വൻസസ് ഓഫ് അഗ്രസീവ് അപ്രോച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, നമ്മൾ എടുക്കുന്ന ടെർമിനോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഞാൻ പറഞ്ഞ ഒരൊറ്റ ആശയമേ ഉള്ളൂ അല്ലേ. എന്താ നമ്മുടെ ആശയം? നമ്മുടെ ആശയം ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ. നിങ്ങൾ അഗ്രസീവ് അപ്രോച്ചിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ കോസ്റ്റ് കുറയും അല്ലേ. പിന്നെ എന്ത് കൂടും? റിസ്ക് കൂടും, സ്വാഭാവികമായിട്ട് റിട്ടേൺ കൂടും, നിങ്ങളുടെ ലിക്വിഡിറ്റി കുറയും, നിങ്ങളുടെ ഷോർട്ട് ടൈം സോൾവൻസി പൊസിഷൻ എന്ത് ചെയ്യും? അത് വീക്കാവും അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ അതിനെ നമ്മൾ വളരെ ഗ്രാഫായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് വേ ഓഫ് അപ്രോച്ചിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എങ്ങനെ ഇത് വാല്യൂറെ അല്ലെങ്കിൽ ഇത് വാല്യൂ ചെയ്യുന്ന ആളെ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു 2 മാർക്ക് കൂടുതൽ തരുന്നതിലേക്ക് മാറ്റാം. അതാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കണം കോൺസിക്വൻസസ് ഓഫ് അഗ്രസീവ് അപ്രോച്ച്. എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. ഹൈ റിസ്ക് ആണ്. ദെൻ ലിക്വിഡിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് വീക്കാണ്. ദെൻ റീഫിനാൻസിങ് റിസ്ക്. അതെന്ന് വെച്ചാൽ ഈ ഷോർട്ട് ടൈം സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിന്യൂവൽ ഓഫ് ഫണ്ട് എപ്പോഴും ആവശ്യമായിട്ട് വരും. കാരണം ബിഗ് ഫണ്ട് നമ്മൾ സോഴ്സ് ചെയ്യുന്നില്ല, ഷോർട്ട് ടൈം സോഴ്സ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റിന്യൂവൽ ഓഫ് ഫണ്ട് എന്താണ് ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ നോക്കണം, ഇത് ടേബിളിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വാരി വലിച്ച് എഴുതി പോകേണ്ട ആവശ്യമില്ല. ചിലരുണ്ടല്ലേ എക്സാം എന്ന് പറയുമ്പോൾ പണ്ടത്തെ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എടുക്കുന്നു, പേപ്പർ എടുക്കുന്നു, എഴുതി പോകുന്നു. അത് പോരാ, മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ഗ്രാഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില കേസിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പലതരത്തിൽ എന്ത് ചെയ്യാം, ഈ അഗ്രസീവ് അപ്രോച്ചിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പക്ഷെ എന്താണ്, ഹയർ പ്രോഫിറ്റ് ആണ് അല്ലേ. കാരണം കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ അല്ലേ, കോസ്റ്റ് ഇവിടെ കുറവാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയല്ല നമ്മുടെ ഇത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ വേറെ ഇന്നർ മീനിങ്, കറണ്ട് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ തന്നെ ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നു, ഫിക്സഡ് അസറ്റിലേക്ക് പോകുന്നു. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഡെഡ് അസറ്റായിട്ട് നമ്മൾ പറയുന്നു. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയാണ് ഫണ്ട് ജനറേറ്റഡ് ആക്ടിവിറ്റികൾ നടക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. ഈ ജഡ്ജ്മെൻ്റ് ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. യെസ്. ഇനി അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ 5 മാർക്കിൻ്റെ പരീക്ഷയുടെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായ ഒരു കൺക്ലൂഷൻ അടിവരയിട്ട് നമ്മൾ പറയുന്നു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും അല്ലേ. പക്ഷെ എന്താണ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതിനെ നെഗറ്റീവിലായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. റീഫിനാൻസിങ് റിസ്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഷോർട്ട് ടൈം സോൾവൻസി പൊസിഷൻ ഇതുമായിട്ടൊക്കെ ലീഡ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കൺക്ലൂഷനെ അവതരിപ്പിക്കാൻ. കണ്ടല്ലോ. യെസ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ദ അഗ്രസീവ് അപ്രോച്ച് ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ബൈ റെഡ്യൂസിങ് ഫിനാൻസിങ് കോസ്റ്റ്, ബട്ട് ഇറ്റ് എക്സ്പോസ് ദ ഫേം ടു ഹയർ ലിക്വിഡിറ്റി ആൻഡ് റീഫിനാൻസിങ് റിസ്ക്. ഇറ്റ് ഈസ് സൂട്ടബിൾ ഓൺലി വെൻ ദ ഫേം ക്യാൻ മാനേജ് ദ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ എഫിഷ്യൻ്റ്ലി. എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് ക്യാഷ് പൊസിഷൻ ഫേവർ ആണെങ്കിൽ, ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഫേവർ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഡിസിഷനിലേക്ക് മൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ കേട്ടോ, 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ആണെങ്കിൽ നമുക്കത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് കൂടുതൽ വാല്യൂ വലിച്ച് പോകുക എന്നുള്ളതല്ല, പോയിന്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ. അത് നമുക്ക് ഈ ടേബിൾ ഫോം ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്, ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള ആകെ തുക എന്ന് പറയുന്നത് യെസ് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എക്സാമിൻ്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ പോകുന്നു അല്ലേ. ഇനി നോട്ടിഫിക്കേഷൻ വരുന്നതോ അല്ലെങ്കിൽ ഇനി PSCയുടെ ഭാഗത്തുനിന്നൊരു തീരുമാനം വരുന്നതോ ഒക്കെ കാത്തിരിക്കാതെ അല്ലേ, നമ്മൾ ഏത് പരീക്ഷയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാം എന്താണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അല്ലേ, UGC സ്കെയിലുള്ള ഒരു പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്, പ്രിഫറൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. യെസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മാർക്ക് ഞാൻ പഠിച്ച കണ്ടന്റ് 20 മാർക്കിൻ്റെ കണ്ടന്റാണ്, ചോദിച്ചത് 3 മാർക്കിനാണ്
എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഞാൻ പഠിച്ചത് 25 മാർക്കിൻ്റെ കണ്ടന്റാണ്, ചോദിച്ചപ്പോൾ 5 മാർക്ക്, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഓക്കെ, ഇനി ഞാൻ പഠിച്ച കണ്ടന്റ് 3 മാർക്കേ ഉള്ളൂ, പക്ഷേ ചോദിച്ചത് എത്രയാണ്? 20 മാർക്കിൻ്റെ, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? അപ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ 3, 5, 8 ഡിവിഷനാണല്ലോ, അപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് 3 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെല്ലാം ഡെലിവറി ചെയ്യണം? ഇതേ കോൺസെപ്റ്റിൽ തന്നെ 5 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെല്ലാം ഡെലിവറി ചെയ്യണം? ഇതേ ചോദ്യം തന്നെ വൈഡായിട്ട് ക്രിട്ടിക്കലായിട്ട് ചോദിച്ചാൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്യണം? അപ്പോൾ നമ്മൾ എടുക്കുന്ന കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ ഡെലിവറി ചെയ്യാം ഈ 3 രീതി എന്നുള്ളത് സ്ട്രാറ്റജിക്കലി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ രീതി ആലോചിച്ച് ആ രീതിയിലൊരു നല്ലൊരു ലെക്ചർ നോട്ട് ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? നല്ല സമയമുണ്ട് അല്ലേ? നമ്മൾ സിലബസിലേക്ക് വന്നില്ല, സിലബസിൻ്റെ ഇതായിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വീഡിയോ ഇടുന്നുണ്ട്. കാരണം ലെന്തി സിലബസ് ആണ്. ആ സിലബസിനെ കീറി മുറിച്ച് നമ്മൾ പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും കുറേ അധികം സമയം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്? കഴിഞ്ഞ കാലഘട്ടത്തിലെ പരീക്ഷ നമ്മളോട് പറയുന്നത് എന്താണ് അല്ലേ? അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്താണ് അല്ലേ? എത്ര പേര് അപ്ലൈ ചെയ്തു അല്ലേ? അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്ര വന്നു? അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചത് എന്താണ് അല്ലേ? അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ് അല്ലേ? നിലവിൽ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്? ഇനി എന്താണ് അതിൻ്റെ സാധ്യത? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു? ആ ചോദ്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഏത് ആസ്പെക്റ്റിൽ നിന്നുണ്ടായിരുന്നു? പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എങ്ങനെയാണ് ഈ മാർക്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ കണ്ടു അല്ലേ? അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മളോട് മുന്നോട്ടുള്ള പഠനം, ഈ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ബാച്ച് നമ്മളിവിടെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തിരിക്കുകയാണ് I+ൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. I+ലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം, നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് മെമ്പറാകാം. നമുക്ക് മുന്നോട്ട് പോയി ഈ പരീക്ഷയിൽ ഉന്നത വിജയം മേടിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.